ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷം വി ആർ ബാക്ക് വിത്ത് എ വീഡിയോ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. കുറേ നാളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായി, ശരിക്കും ഒരു 4-5 വർഷം ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ ദ സ്റ്റോറി സ്റ്റാർട്ട്സ് ഇൻ 2019. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് UK പഠിക്കാൻ പോയ സമയത്ത് അതായത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കുറച്ച് നാൾ ഒരു UK ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്തു, ബ്രൈറ്റണിലുള്ള. അത് ഇപ്പോൾ ഞങ്ങൾക്കുള്ള ബിസിനസ് പോലത്തെ ലാബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലാണ്. ഈ ഒരു കമ്പനി ഒരു 10-40 പേരുള്ള ചെറിയൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അല്ല. പക്ഷേ എന്നിരുന്നാലും 10-40 പേരുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ അവർ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യുണീക്കായിട്ടുള്ള, വളരെ ബിസ്പോക്കായിട്ടുള്ള, വളരെ നീഷ് മാർക്കറ്റിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ എസ്പെഷ്യലി സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ടൊക്കെയാണ് അവർ സാധനം മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ലോകത്ത് പല രാജ്യങ്ങളിലും അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ പല ടോപ്പ് യൂണിവേഴ്സിറ്റികൾ, IITകൾ, അതുപോലെ തന്നെ ഭയങ്കര വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ബാംഗ്ലൂരിലൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ ഇവരുടെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്കുള്ള സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത് കുറച്ച് നാൾ. അതിന് ശേഷം പിന്നെ കോവിഡിൻ്റെ സമയത്തൊക്കെ ആയപ്പോൾ നാട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയൊരു എന്താ പറയുക നഷ്ടമാണെന്ന് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നു. പക്ഷേ ഈ ഞാനവിടെ വർക്ക് ചെയ്ത സമയത്ത് അവിടുത്തെ ഓണർ ആയിട്ടുള്ള പല സമയത്തും ചർച്ചകളിലും സംസാരത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്താൽ കൊള്ളാമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പദ്ധതിനെ വളരെ വലിയ രീതിയിൽ നമ്മുടെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായി. മാത്രമല്ല, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്നൊരു മാർക്കറ്റാണ്. അതിപ്പോൾ പല വിദേശ കമ്പനികൾക്കും അറിയാം. അപ്പോൾ പല ഫോറിൻ കമ്പനികൾ, ജർമ്മൻ കമ്പനികൾ, ഈ പറഞ്ഞ സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പല ജർമ്മൻ കമ്പനികളും ഓൾറെഡി പൂനെയിൽ അവിടെയൊക്കെ വന്ന് പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പം എന്ന് പറയുന്ന പോലെ ഇന്ത്യനെ ഒരു ഗ്രോയിങ് മാർക്കറ്റായിട്ട് പല വിദേശ കമ്പനികളും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യയിൽ വലിയൊരു ബൂമാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യം ഒരു 4-5 വർഷം മുമ്പേ പുള്ളിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലിയൊക്കെ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കാണാറുണ്ട്, ഇത്രയധികം ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെയാണ് സെമി കണ്ടക്ടർ മേഖലകളിലേക്കൊക്കെ വരാൻ പോകുന്നതെന്നുള്ള കാര്യം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെയുള്ള പത്രത്തിൽ വരെ ഫ്രണ്ട് പേജിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക 4-5 വർഷം മുമ്പേ ഇവർക്ക് മണത്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സെമി കണ്ടക്ടർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു മേഖലയാണ്. നമുക്കറിയാം, വളരെ എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളാണ് ഒന്നാണ് ചിപ്പുകൾ എന്ന് പറയുന്നത്. കാരണം നമുക്ക് കാണാത്തത്രയും മൈക്രോസ്കോപ്പിക് ലെവലിൽ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ ലെവലിൽ നമ്മൾ സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ട്രാൻസിസ്റ്ററുകൾ വെച്ചിട്ട്. ശരിക്കും അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് ഇപ്പോൾ നമ്മളാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും ഈ വീഡിയോ കാണുന്നതും ലോകത്തെങ്ങാടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ശരിക്കും നമ്മളത് ഭയങ്കര വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സംഗതിയാണ്. അപ്പോൾ ചിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കല്ലുകളിൽ നിന്നാണ്, ഈ സിലിക്കോണിൽ നിന്നും വേഫർ ഉണ്ടാക്കി അതിനകത്ത് ഫോട്ടോലിത്തോഗ്രഫി ഒക്കെ ചെയ്ത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് മാർക്കസ് ബ്രൗൺലിയുടെ ഒരു വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു വീഡിയോ ചെയ്തിരുന്നു, ചിപ്പിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് കാണാൻ പറ്റുക എന്നുള്ള കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളത് തീർച്ചയായും ആ വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോസസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് കുറേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫൈനലി ഒരു ചിപ്പിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ അതിനുള്ള അല്ലെങ്കിൽ ആ സാധനം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഡിവൈസാണ് ശരിക്കും ഈ കമ്പനി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവർക്ക് അങ്ങനെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു മാനുഫാക്ചറിങ് സെറ്റപ്പ് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഈ ഒരു സ്പെസിഫിക് സെമി കണ്ടക്ടർ മേഖല അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് നമ്മളൊപ്പം ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം പുള്ളി പതുക്കെ വന്നു. അങ്ങനെ പുള്ളി ഇന്ത്യയിൽ നമ്മളെ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നു. ഒരു 2-3 വർഷം മുമ്പ് ആദ്യം വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ്റെ വൈഫിന് ഭയങ്കര സിക്കായി. അപ്പോൾ അങ്ങനെ പിന്നീട് കുറച്ച് നാൾ നിലച്ചു പോയി.
അത് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്വാൻസായി വരുന്നു എന്നുള്ള സമയത്താണ് ഇങ്ങേരുടെ ഒരു കൊളീഗ്, ഒരു ബാംഗ്ലൂരുകാരൻ, പുള്ളിക്കാരൻ ഇയാൾക്ക് വേണ്ടി ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നിന്ന് കുറേ കച്ചവടമൊക്കെ പിടിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ വന്ന് ഇയാളോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിലാണ് ബിസിനസ് തുടങ്ങാൻ പോകുന്നത്, കേരളം ഒരു രക്ഷയില്ല, ഇവിടെ ഒരു പരിപാടി ചെയ്തിട്ട് കാര്യമില്ല, ഇവിടെ സമരവും യൂണിയനും പ്രശ്നങ്ങളൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ തുടങ്ങണ്ട, ബാംഗ്ലൂർ തുടങ്ങാം, നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്, ബാംഗ്ലൂർ തുടങ്ങാമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഇയാളെ ചാക്കിട്ട് പിടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇയാളോട് പറഞ്ഞു, കാരണം ഈ പറയുന്ന ഈ വ്യക്തി എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരൻ 19 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്. 19 വയസ്സിന് മുകളിലുള്ള കിളവനാണ് ഇത്. ഹി കുഡ് ഹാവ് ലെറ്റ് ഇറ്റ് ഗോ അല്ലേ. 80 വയസ്സിനുള്ള മുകളിലുള്ള കിളവനാണ് പിന്നെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാൾ ഇത്രയും പ്രായവും കാര്യങ്ങളൊക്കെ ആയി, പുള്ളിക്കാരന് ഇനിയിപ്പോൾ ഇതിനുള്ള കേപ്പബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. പുള്ളിക്കാരൻ്റെ മക്കൾ 2 പേരാണെങ്കിൽ പെൺകുട്ടികളാണ്, അവർ അമേരിക്കയിലാണ്, അപ്പോൾ അവരിതിലൊന്നും ഫോക്കസ് ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല. പക്ഷേ ഇയാൾ ഈ പറയുന്ന പോലെ ഈ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ റെപ്യൂട്ടേഷൻ, ഇതാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ റെപ്യൂട്ടേഷൻ വീണ്ടും ഈ ഇതിനകത്തേക്ക് വരുമ്പോൾ എടുത്തു കാണിക്കുന്ന ഒരു പോയെന്ന് പറയുന്നത് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സമരവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സമരവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിപ്പോൾ ഇല്ലാത്തൊരു ഫാക്ടറൊന്നുമല്ല, ഒരുപാട് ആൾക്കാരത് ബാധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു തെക്കൻ ജില്ലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സമരങ്ങൾ കൂടുതലും. പക്ഷേ എൻ്റെ ഒരു ഏരിയ പെരുമ്പാവൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 100 കണക്കിന് പ്ലൈവുഡ് കമ്പനികൾ മാത്രമുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂർ ഭായിമാരുടെ നാടെന്ന് പറയുമെങ്കിൽ പോലും എന്തുകൊണ്ട് ഭായിമാർ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഭായിമാർ ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് പണിയാനായിട്ട് പണിക്കാരില്ലാത്തതുകൊണ്ടാണ് ഭായിമാർ വന്ന് പണിയെടുക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു സൈഡ്. പക്ഷേ ഇപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു റെപ്യൂട്ടേഷൻ മോശമായതുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ എക്സ്റ്റേണൽ കളികൾ വന്നതുകൊണ്ടും പുള്ളിക്കാരൻ ഈ പറയുന്ന വ്യക്തിയോടൊപ്പം ബാംഗ്ലൂർ ഒരു യൂണിറ്റ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഞാനൊരു കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇതിൻ്റെ പുറകിലായിരുന്നു. ഇതിങ്ങനെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിലേക്ക് വരണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ റീസെൻ്റ്ലി പുള്ളിക്കാരൻ്റെ ഒരു ഷോർട്സ് ഇങ്ങനെ ഫീൽഡിൽ വന്നതാണ്. കേരളത്തിലെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം യുവാക്കളൊക്കെ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെപ്യൂട്ടേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഈ യുവാക്കൾ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഈ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഗതി വലിയൊരു പ്രശ്നമായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ കുറേ കാലം മുമ്പ് ആ ഒരു ഇലക്ഷൻ്റെ സമയമായപ്പോൾ നമ്മുടെ ഷാരിഖ് ശംസുദ്ദീനും അതുപോലെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും പുള്ളിക്കാരൻ്റെ ഒരു വലിയ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും പുള്ളി ഇങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇങ്ങനെ സെൻട്രൽ മിനിസ്റ്ററായിട്ടിരിക്കുന്ന സമയത്ത് സെമി കണ്ടക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ രീതിയിലും പോയിക്കൊണ്ടിരുന്നത് ബാംഗ്ലൂർ ആ ഒരു ഏരിയയിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റിൽ നോക്കി കഴിയുമ്പോൾ ശരിയാണ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു കാര്യം ശരിയാണ്. കാരണം നമ്മൾ എവിടെയാണോ അതിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഉള്ളത് അവിടെ മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കുമല്ലോ കുറച്ചും കൂടി നല്ലത്. ഇപ്പം എന്തായാലും പറഞ്ഞു വന്നു കഴിയുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പം അതുപോലെ കഴിഞ്ഞ വീഡിയോ കാറിനെ കുറിച്ചിട്ടായിരുന്നു. ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോയിൽ കാർ വിൽക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എന്തായാലും കാറ് ഞാൻ സെയിലാക്കി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പുതിയൊരു ഇലക്ട്രിക് കാർ എടുക്കാനായിട്ട് പലരും അന്ന് ആ വീഡിയോയിൽ അടിയിൽ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന BYD Atto 2 വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാസങ്ങളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ BYD Atto 2 കാര്യം ഒരു ഇൻഫർമേഷൻ. അതിനിടയ്ക്ക് ഞാൻ യൂറോപ്പിൽ ടൂർ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ ഇങ്ങേരെ ഒന്ന് കാണാനായിട്ട് UK പോയി. അവിടെയൊക്കെ BYD Atto 2 കാണുന്നുണ്ട് കേട്ടോ. നല്ല വണ്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ വളരെയധികം ഹിറ്റാവുന്നൊരു കാര്യമാണ്. UK കാര്യം പറഞ്ഞപ്പോഴാണ് ഒരിടക്കാലത്ത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഫീഡ് വന്നുകൊണ്ടിരുന്നത് മലയാളി യുവാക്കളെല്ലാം UK ചേക്കേറുന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച കണ്ടുകൊണ്ടിരുന്നത് ഈ ലണ്ടൻ കാലിയാവുന്നു, എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ്. കാരണം ഇത്തവണ UK ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. എൻ്റെ UK കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സകല ഇമേജും. കാരണം ഞാൻ ജോലിക്കൊക്കെ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന റോഡുകളിലൊക്കെ ഇപ്പോൾ കുഴി, വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. മോഡേണായിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൽ കുഴിയുള്ള റോഡുകളെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം. ഇപ്പോൾ എന്തായാലും
അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് ഇടുക.